നമ്മൾ നനന്ദന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ട്രിപ്പ് പോകുന്നു. അമ്മ ട്രിപ്പ് പോയിട്ട് വരാം. നമ്മൾ കാറൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പൊന്മുടി പോവുകയാണ്. പൊന്മുടി അങ്ങനെ കുറേ സ്ഥലത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. രാവിലെ ഒക്കെ ഇവിടെ ഉണ്ട്. ഗായ്സ്, നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടുപേരെയും കൂടെ എടുക്കണം. കുട്ടപ്പനുണ്ട്. നല്ല കിട്ടാനിട്ടില്ല, അറിയില്ലല്ലേ? അതാണ് പ്രശ്നം. പിന്നെ ബിബിനുണ്ട്. രണ്ട് പയ്യന്മാരിതോ വരെയാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവന്മാർ. ഗായ്സ്, നമ്മളാ പൊന്മുടി പോയാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം. ഗായ്സ്, നമ്മൾ പൊന്മുടി മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെക്കിങ്, വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറ്റും അവർ. ചെക്കിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി എല്ലാം ഉണ്ട്. നമ്മൾ മെയിൻ ഗേറ്റിലെത്തി. ഇവിടെ ഇനി ടിക്കറ്റ് എടുക്കണം, അകത്തോട്ട് പോകണം. ബിബിൻ, എടാ മോനെ, ടിക്കറ്റ് എടുക്കാൻ പോലെയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഗായ്സ്, നമ്മൾ എത്തിയിട്ടുണ്ട്. എവിടെ എത്തി? പൊന്മുടിയിലെത്തി. ബിബിന് നിക്കറില്ല ഊരി. പൊന്മുടി എന്ന ഈ ആട്ടുംകുട്ടി എടുക്കണം. പൊന്മുടി ചിന്നാട് നമ്മളെ തങ്കമണി അപ്പൂപ്പ ഉണ്ട്. അങ്ങനെ ആടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ പയ്യന്മാര് കാട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നോക്കട്ടെ. നമുക്ക് സുഖിയിൽ ഓർഡർ ചെയ്യണം. ഫുഡ് ഇവിടെ വരും. കുത്തൻ ഇറക്കോടെ പിടിച്ചാൽ ഇരിപ്പൊന്നും കിട്ടും തോന്നുന്നില്ല. അങ്ങ് പോ. പാമ്പാ പാമ്പടേ പാമ്പടേ. പാമ്പ് എവിടെ? നമ്മള് എറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒരു പാമ്പിന്റെ കൊത്തുണ്ട്. ഇപ്പൊ ചാവുമായിരുന്നു. ഇവിടെ ചർക്കി അങ്ങനെയല്ലേ? പൊടിയും കിട്ടൂല, ഒന്നും കിട്ടൂല. അവിടെ നടന്ന് അങ്ങ് റോഡിൽ പോകണം. ഇത് പിന്നെയും കുഴപ്പമില്ല. മഴ സമയത്ത് ഭയങ്കര പരിപാടിയാണ്. കാണാനാണ് റോഡ്. നമ്മൾ വന്ന വഴി കാട്ടും. അപാടെ കുത്തേറി ഇതിനെ നമുക്കിന്ന് പറ്റിയൊരു അബദ്ധം എന്താണ് പറ? മഞ്ഞില്ല, പക്ഷെ തണുപ്പുണ്ട്. പക്ഷെ മഞ്ഞില്ല, അതാണ് ഒരു പ്രശ്നം. നല്ല വെയിലുമുണ്ട്, നല്ല തണുപ്പ്.
ഇവൻ ഇവിടെ വന്നതിൽ നിനക്ക് എന്താണ് എക്സ്പീരിയൻസ്? നല്ല തണുപ്പുണ്ട് guys. പക്ഷേ വീടാണ്, എന്നാലും കുഴപ്പമില്ല. തണുപ്പുണ്ടല്ല, നല്ല സുഖമായിരുന്നു. അനന്തൻ തണുപ്പ് കാരണം കൊണ്ട് അവൻ മൂടി പോയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത് വയ്യ ഗൈസ്. അങ്ങനെ പറയാം. അനന്തന്റെ കണ്ണാടി എടുത്തിട്ടാണ് നിങ്ങളെ കണ്ണാടിയല്ലേ? തോയെങ്കിലും മാഞ്ചോടെ ആരെങ്കിലും ഗൈസ് വിശക്കണം ഗൈസ്, തോയെങ്കിലും ഗൈസ്. അവന്റെ ചുണ്ട് ഒരു ലിപ്റ്റോ കടിക്കട്ടെ. ഉറിഞ്ചിക്കുത്ത് അറിയാമോ? എന്റെ ഉറിഞ്ചിക്കുത്തിലേക്ക് അറിഞ്ഞു നീ തെറിക്കും. മറ്റേ വിജയ് പറയാം, നീ പട്ടർ വിട്ട് നെറുപ്പ്. അതെനിക്കറിഞ്ഞൂടാ. നീ ബട്ടർ വിട്ട് പറ, നീ പറ. പച്ച വെച്ച നിരപ്പ്. നീ പത്ത വെച്ച നിരപ്പുണ്ട്. ഞാൻ പച്ച വെച്ച നെറുപ്പുണ്ട്. നാൾ മുതൽക്കു നീ എന്റെ സ്വന്തം, എന്റെ സ്വന്തം. പാട് ഗൈസ്, പാടം പൂത്ത പാടം. ഗൈസ് അരുണ് മരത്ത് കയറാൻ പോണു ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. നല്ല പൊക്കമുണ്ട് ഗൈസ് മരത്തിന്. അരുണ് കയറിട്ട് കിടക്കുന്നാണ് പറയണേ ഗൈസ്. ഗൈസ് കേറി. കല്ലത്തുട്ടി പൊരിടുന്നു തോലുമേലെ. തിരിച്ചു പിടിക്കാൻ പറ്റൂല, അവിടെ പോയത്. എങ്ങനെയാണിയാ? ഐഡിയ എന്റെ നിങ്ങളിത് കാണുക, വെറ്റിക്കോട്ട് കാണുക നിങ്ങൾ. ഷിമ്മി അപ്പൊ പൊന്മുടി എങ്ങനെയുണ്ട്? തണുപ്പുണ്ട് പക്ഷെ വെയിലുണ്ട്. തണുപ്പുണ്ട് പക്ഷെ തണുപ്പുണ്ട് അല്ലേ? ബിബിന് പറഞ്ഞു ഗൈസ്, നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഫുള്ളും തരിശ് ഭൂമിയുടെ. കാണൂടാ, നോക്കാം. അനന്തൻ തളർന്ന് ഒരു പരിവായി. ഡേ അതിന് പറയാൻ ഒരു കഥയുണ്ട്. ബിബിന് പറയും. അതൊരു അമ്മയും മോളും ആകുന്നു. തന്നെടാ. ഇതിനവിടെ പള്ളിയില് ബൈബിൾ അയച്ചിട്ടുള്ള അറിയാം. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. അത് ഇവിടെ തന്നെ പൊന്മുടി തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ കഴിക്കാനുള്ള എന്തെങ്കിലും ഇവർ നീ പറ, ഇവിടെ കഴിക്കാൻ എന്തുകൊണ്ട്? കപ്പ, ചമ്മന്തി, ഓംലെറ്റ്, പിന്നെ പൂരി കടലക്കറി. അവർ പോകുമ്പോൾ ഐസ്ക്രീം ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്, പെപ്സി, 7up എല്ലാം. നമ്മൾ കപ്പ പറഞ്ഞു. കപ്പ മിഥുനും ചമ്മന്തി. നമ്മൾ കപ്പയും ഓംലെറ്റ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് ഇത് കഴിക്കാം. ഓക്കെ, വരട്ടെ, സാധനം വരട്ടെ, വെയിറ്റ് ചെയ്യാം. നമുക്കുള്ള കപ്പ വന്നു. പിന്നെ എങ്ങനെയുണ്ട്? കൊള്ളാമല്ല? നമുക്കുള്ള കപ്പ നൈസ്. കഴിച്ചു നോക്കാം. കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടില്ല ഫുഡായിരുന്നു. ഇതിന്റെ ഫുഡ് എങ്ങനെ ഉണ്ടാ? എന്താണ് ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഗൈസ്, നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. തണുപ്പത്ത് വീണ്ടും ഒരു ഐസ്ക്രീം. ഐസ്ക്രീം വാങ്ങിച്ച് പിന്നെ ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഇനി പിണക്കണ്ട വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ.
അച്ചപ്പം കൊള്ളപ്പം നമ്മൾ സാധനം കാണിക്കട്ടെ. 2 കുപ്പി വെള്ളം. ഇതെല്ലാം നമ്മൾ തിന്നാൻ വാങ്ങിച്ചാണ്. പിന്നെ ഇവന് ഇന്നലെ രാത്രി ശ്വാസം മുട്ടലുള്ളവി കയ്യില് എന്തൊക്കെ ഇരിക്കുന്നത് കാണിയടാ. ഇവന്റെ ഇരിക്കുന്ന മരുന്ന് കാണിച്ചാ. ചെക്കിങ്ങിന് മരുന്ന് കാണിച്ച അവിടെ വേറെ അറിയില്ല. ഇവന് ശ്വാസം മുട്ടൽ കാരണം എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇൻഹീലർ, മറ്റേത് ശ്വാസം വലിക്കാനുള്ള കഞ്ചാവ്. വലിക്കാനുള്ള സാധനം കൊണ്ടുവന്നിട്ടില്ല, മരുന്ന് മാത്രം കൊണ്ടുവന്നു. ചുരുട്ടി എന്നിട്ട് ഐസ്ക്രീമാ കുടിക്കണ നീ. കൊള്ളാം. അപ്പൊ നമ്മൾ ഇത്ര സാധനം വാങ്ങിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും നമ്മൾ കടല കാണിച്ചു വിടും. കടല നല്ല ടേസ്റ്റ് അല്ലേ? വേറെ ട്രൈ, എല്ലാരും ട്രൈ ചെയ്യാം. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇത് കിട്ടില്ല, റിച്ച് ആണ്. പക്ഷെ ഇത് പൊന്മുടി വന്നിട്ടാണ് കഴിക്കാൻ. അതാണ് പൊന്മുടി വേണം. നക്കി നക്കി അടിക്കും ഇങ്ങനെ. ഫണ്ട് ഇതിന്റെ കാര്യത്തിൽ മാലാണിതാ. ഇതേക്കാളും വലുത് ബിബിനെ എടുത്തിട്ടാ തൊടല്. ബിബിന്റെ മിച്ചറുണ്ട്, മുറുക്കുണ്ട്. സച്ചിന്റെ മാല കാണിര്. മാലയാ? മാലയില്ലേ? ആ മാലയാടോ. ഇതെന്തിനാ അരഞ്ഞാണോ? രുദ്രാക്ഷ. അനന്തം കാണിയടാ. അനന്തരാണ് കിടക്കണ. യാറാ എന്താ പയ്യെ കൂന്നുപോലോ. അളിയാ മച്ചാന്റെ തൊടല് എട്. 1/2 കിലോ only 2 lakhs. അയ്യോ 2 lakhs. only 2 lakhs. 2 lakhs അത് എത്ര തീരെ എത്ര അത് 200 രൂപ വരെയില്ല. ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം. ഈ മുറുക്കിന്റെ പ്രത്യേകം അറിയാമോ? മുറുക്കോ പുഴു, ഒരായിട്ട് പുഴു ഉണ്ട് ഇതുപോലെ, അറിയാമോ? പച്ച കളർ. അതിനെ പൊരിച്ച് നല്ല മസാല ഇത് ചെറിയ ചെറിയ കരിച്ച പൊരിച്ച. ഈ വെള്ള കളറാണ് മറ്റേ പുഴു, കുഞ്ഞിപ്പുഴു. മസാല കഴിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇതെന്താ ചൂപ്പി തിന്നില്ലേ പെട്ടെന്ന്. അടുത്ത നെക്സ്റ്റ് സ്റ്റോക്ക് ഇത് പപ്പട വട. അമ്മ പരത്തിയ പപ്പട വടയാണ്. അത് ഈ ഏതിലുള്ള ആരെങ്കിലും അത് പരത്തിയ പപ്പട നല്ല കടുവൊക്കെ ഇട്ട് താളിച്ചെടുത്ത സാധനമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അത്താഴം. അപ്പൊ നമ്മൾ തിരിക്കാൻ പോകണം, ഇറങ്ങാൻ പോകണം. ഓ കറഞ്ചി കറക്ക് മുറുക്കുന്നറി അതില്ലേ? അത് കറക്ക് മുറുക്ക് കേൾക്കുന്നുണ്ട്. നമ്മള് പൊന്മുടി ഇറങ്ങിയാണ്. ക്ലൈമറ്റ് ഒക്കെ കുഴപ്പമില്ല, തണുപ്പുണ്ട്. പക്ഷേ ഇപ്പം നവംബർ, ഡിസംബർ, ഒക്ടോബർ ഈ സമയത്ത് തണുപ്പുണ്ട് ഇവിടെ. പക്ഷേ ക്ലൈമറ്റ് നല്ല കൂടുതൽ മഞ്ഞൊക്കെ ആയിരിക്കും. ഇപ്പം തണുപ്പുണ്ട്, വെയിൽ. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി മീൻ മുട്ടിയില്ലേ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാട്ടിനകത്തോടെ നടക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം അവിടെ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഗൈസ്, നമ്മളൊരു വെറൈറ്റി സ്ഥലത്ത് ഇറങ്ങി. തേയിലത്തോട്ടം. ഇവിടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. തേയിലത്തോട്ടം കൊള്ളാല്ലേ? കിട്ടില്ല സ്ഥലം. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ട്. ടിക്കറ്റ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് നമ്മൾ എടുത്തത് ഇട്ടില്ല. ടിക്കറ്റ് എത്രയുടെ? ക്യാമറയ്ക്ക് പ്രത്യേക ചാർജ് ഉണ്ട്. ഫോണിന് കുഴപ്പമില്ല. ക്യാമറയ്ക്കും കാറിനും പിന്നെ നമുക്കുള്ള റെൻറ്റില്ലേ. ഇവിടെയാണ് ഇറങ്ങി കുളിക്കണം കേട്ടോ. ഇവിടെയാണ് ഇറങ്ങി കുളിക്കണം കേട്ടോ. നമുക്ക് വരുന്നിട്ട് ഇറങ്ങി കുളിക്കാം. ഇപ്പം അങ്ങ് ഏറ്റവും ഇതിൻ്റെ മെയിൻ വെള്ളം വരണല്ലേ മെയിൻ ആ സ്ഥലത്ത്.
കിടിലോടാ കിടിലോ സ്ഥലം. എന്നാ വെള്ളത്തിന് നടി കൂടെ നടന്നു പോകണം. പ്രത്യേകം എന്ന് വെച്ചാൽ ഇതേപോലത്തെ റോഡേ കിട്ടും. റോഡല്ല വഴി, ഇടവഴികൾ നിറയെ നടക്കാനുണ്ട്. പക്ഷെ കിളികളുടെ നീ പറയാളിയാ കിളിയുടെ സൗണ്ടാ കണ്ട ചെറു ശ്രദ്ധിച്ചാ കേക്കും. കൊള്ളല്ലേ പ്രത്യേക എന്ത് സാധനം ആനപ്പുണ്ടല്ലേ. ആനപ്പിണ്ടെന്നെ അപ്പൊ ആന ഉണ്ടായിട്ടാ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് അടുത്തോട്ടും കാണാം. കൊള്ളല്ലേ കാട് നിറഞ്ഞു. ഇവിടെ വെച്ചാണ് മറ്റേ പാട്ട് എടുത്താളിയാ മറ്റേ ഈ കാറ്റിൽ പറഞ്ഞു അത് ഇടിക്കുക വിലവളെ. ഞാൻ ചുമ്മാ അത് ഞാനാ പോട്ടോ ഇത് ഞാൻ കുട്ടി. അഭിനെ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു പ്രത്യേക പാറ അത് ചരിഞ്ഞ് അപ്പോഴേ അഭിനെ ഈ പാറയുടെ കഥ പറ. കഥ എന്തെന്ന് വെച്ചാ പണ്ട് കാലത്ത് വലിയൊരു ആലോചിക്കാൻ സമയം തരുമോ? പണ്ട് കാലത്ത് ഒരു വലിയൊരു സംഭവമായിരുന്നു. എന്നിട്ട് അടുത്ത് നീ പണ്ട് മറ്റേ ഹരിമാവരി ഇതുകൊണ്ട് ചരിച്ച് പിടിച്ചോണ്ടിരുന്നതാ. ഇങ്ങനെ സാധനം കൊണ്ടില്ലേ ആ മലയുടെ തുണ്ടാണ്. തുണ്ടാ ഇതിന്റെ പകുതി അയാൾ കൊണ്ട് ഇത് അങ്ങനെ പിച്ചോണ്ട് പോയി മല. അത് ഹനുമാൻ നമ്മളെ ഹനുമാൻ അങ്ങനെ ഇത് ഞാൻ പറഞ്ഞത് ഇതിന് പിച്ചോണ്ട് പോയി. പിന്നെ അപ്പച്ചിയോട് ആദ്യം പയ്യന്മാർ അപ്പച്ചിയോട് അത് പറഞ്ഞ് അവളെ ഇതൊരു ഷെൽട്ടർ ആക്കാം. ഷെൽട്ടർ നീ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഷെൽട്ടർ ഓ പിന്നെ ഒരു സ്ലാബും വെച്ച് പിടിപ്പിച്ചു. നമ്മളാ പാറശില മേസ്ത്രി തന്നെ വന്നാണ് തങ്ങ മേസ്ത്രി ഓ പിന്നെ ചേർച്ചിട്ട് പരമാവധി കിട്ടു കൊടുത്തു. പിന്നെ വേറെ ഉണ്ട് ഇവിടെ ഒരു സമാധി ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. സമാധി ശരി അതാണ് ആ മല. അഭിനയ ട്രെയിലടി ഇതാണ് പണ്ടത്തെ ഊഞ്ഞാല്. ഓണത്തിന് വളച്ചങ്ങ് വെച്ചു കൊടുക്കും. നീ നാട് നമ്മൾ പോയിട്ട് ഇതിപ്പോ ഒറിജിനൽ കാട്ടിനകത്ത് പോകുമ്പോ ആയിടെ എക്സ്പ്ലെയിൻ. ഹനുമാൻ മറ്റേ മല കൊണ്ടില്ലേ അപ്പൊ ഹനുമാൻ കഴിഞ്ഞ് അടുത്ത് വേറെ പാമ്പ് കണ്ട ഗൈസ്. ഇതാണ് ചൊറിയല ചൊറി മരം. അണപ്പുഴ ബുദ്ധിമുട്ടി കണ്ടാ ഈ കണത്തിന് പെരി വീതി കണത്തിനാളിയാ അൺഎക്സ്പെക്റ്റഡ് സംഭവം കണ്ട്. ഇതൊരു പൂവാണ്, ചോല കളർ പൂ. ആ കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ വേണ്ട മണമുണ്ട്. കുങ്കുമപ്പൂ തന്നെ അല്ലേ? കുങ്കുമപ്പൂ നിൽക്കണണ്ട നല്ല രസമുണ്ട്. സൂപ്പർ മണം. കുങ്കുമപ്പൂ നല്ല മണം, വെറൈറ്റി. ഗായ്സ് അടുത്ത മല ഇത് ഹനുമാന്റെ അല്ലേ? ഇത് നമ്മളെ തലയിലെ കാണിക്കണം. വിഴുന്നാത്തിന്ന് കേട്ടാ, വിഴുന്നാത്തിന്ന് പപ്പടം വെള്ളം അത് ആരെ പെടുത്തത്. സോറി ഗൈസ്, ആരെ പെടുത്തത്. ഇതല്ലേ തണല് പാറ മറിഞ്ഞ ഇല്ല, വേഗം നോക്കണ്ട. മറിഞ്ഞ ഡേയ് ഇവ അവിടെ കിടന്ന വിഷക്ക എടുത്ത് കടിച്ചടാ കിറുക്കേ. പോടാ ഇല്ല എടുത്ത് കടിച്ചു പോയി കിറുക്കേ. എന്തൊരു കയപ്പ ഇപ്പൊ തീരുമായിരുന്നു ഇറക്കിയിരുന്നു. ആയുസുണ്ട്
തലേരെ മേളിൽ കൊണ്ടിരിക്കുന്നു പറ വീഴുന്ന സ്റ്റിക്കർ. ആ പറ അനന്തം പറ. ഇനി ഇതിന്റെ കഥ അതിന് അനന്തം പറയും. പണ്ട് ആദിവാസികൾ താമസിക്കാൻ വേണ്ടിട്ട് എടുത്ത സ്ഥലമാണ് സംഭവം. നിനക്കെന്തേലും പറയാണ്ട? ഇല്ല എനിക്കൊന്നും പറയാനില്ല. നിനക്ക് നേരത്തെ നിനക്ക് നിനക്ക് എനിക്ക് പറയാനുണ്ട്. നിനക്ക് നിർത്തി വെക്കൂടി. അത് പറ്റൂല. സച്ചു നിനക്കൊല്ലം പറയണ്ട. നിനക്കൊല്ലം പറയാം. 100% വിജയം. അതിൽ പറഞ്ഞു ഇത് ഞാൻ ഇരിക്കട്ടെ. അത് പണ്ടുള്ള കാട്ടുകൂപ്പന്മാരെ ലവ് ലെറ്റർ ഇതിലെഴുതിയിട്ട് അപ്പുറത്തെ കരയിൽ പോകും. എന്നിട്ട് അവിടെ അടുത്ത് പോയി അതൊരു നോക്കാൻ പറ. അബിനൊരു ഗുഹ ഉണ്ട്, നമ്മളത് നോക്കട്ടെ പോയി. എന്താണ് സംഭവം? എന്തോ അവിടെ ഉണ്ടെന്നാണ് പറയണത് അബിന്. നോക്കാം. നല്ല തണുപ്പ്. അതൊടിയാറുണ്ടോ? ഇതൊരു ഗുഹ നോക്കിയാൽ നല്ല തണുപ്പുണ്ട്. അത് അവര് നമ്മളിങ്ങനെ നമ്മളവര് അത് വിളിക്കുന്നതാണ് മാറി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ തണുപ്പ് തണുപ്പ് അങ്ങനെ ഉണ്ട്. ആരും കയറിപ്പോ. നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. പക്ഷെ എന്തോ ഒരു ഡേഞ്ചറാണ് ഇതിന്റെ അകത്ത്. ഇവന് ഏതോ വിശക്കാ തിന്നിട്ട് താണ്ട വാ കുപ്പിളിച്ചോണ്ടി. ഇവിടെ വന്ന വെള്ളത്തിന് ക്ഷാമല്ല, എല്ലായിടത്തും വെള്ളമുണ്ട്. കുടിക്കാൻ കൊള്ളാം. ഇത് കുടിക്കാൻ കൊള്ളാം അല്ലേ? എടാ മോനെ ഇനി അടുത്തിന് അടുത്തു വാ. പക്ഷെ അവിടെ കുളിക്കാൻ പറ്റും, അങ്ങ് കുളിക്കാൻ പറ്റൂല. അവിടെ കുളിക്കും, അവിടെ ഇറങ്ങി കുളിക്കും. ഇവിടെ നമ്മള് വെള്ളച്ചാട്ടം മെയിൻ സംഭവം കാണിച്ചു. ഇവിടെ ഇതിന് നടി മുക്കട്ടാ നല്ല ചറക്കിനാട്ടാ വിടുന്ന പുളിച്ച നല്ല നടക്കണം, നല്ല നടക്കും. നല്ല ചറക്കിനാട്ടാ ചെരുപ്പിടോ നടക്കാൻ എന്ത് സുഖം അറിയാൻ പാടാ. സ്ഥലം കണ്ട ഇവിടെയാണ് പണ്ട് ബ്രിട്ടീഷുകാർ തോണ്ടി സ്വർണ്ണം എടുത്തോണ്ടിരുന്നത്. സ്വർണ്ണോ? ബിബിന് പോണത് മീൻ മീൻ ഇന്ന് വൈകിട്ട് പൊരിക്കണം. മീൻ മരം കണ്ട് വലുത് തന്നെ ഒരു അടാറ്. നമ്മള് അങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും ഇങ്ങനെ ഒരു മരം. ഇത് ഏത് മരമാണോ ബിബിനെ? ഇത് എന്തിനാണ് നല്ല വലിയ മരം അല്ലേ? അതുകൊണ്ട് അപ്പുറത്തേക്ക് ഉണ്ടാവുന്നു. ആള് പോയിരുന്നാലേ മനസ്സിലാവും. വലിപ്പം കണ്ട മരത്തിന്റെ സൗണ്ട് കേൾക്കണ്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താറായത്. ഓ കാണും. ഇവിടെ നിറയെ പേര് വീഴുന്ന് മരിച്ചിട്ടുണ്ടാ. നേരത്തെ ഇവിടെ കുളിക്കാൻ ഇറക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് പയ്യന്മാരിവിടെ മരിച്ചു. ഗായ്സ് ഓ മീനുണ്ടോ വലിയ മീന്? മീൻ കാണിച്ചത് മീൻ. ഇവിടെ വരുമ്പോ ആൾക്കാർ മറ്റേ പൊരിയൊക്കെ ഇട്ട് കൊടുക്കും. മീൻ കിടക്കണ കാണാൻ പറ്റുന്ന ഗൈസ് കുങ്കുമപ്പൂ. ഇത് നല്ല ഔഷധമായ സാധനമാണ്. കിടുക്ക് സാധനം. കുങ്കുമപ്പൂവേ പാട് ബാക്കി. കുങ്കുമപ്പൂവേ കുച്ചിപ്പുറാവേ. ഗായ്സ് നമ്മളങ്ങനെ കുളിച്ച് എല്ലാരും കയറി അങ്ങോട്ട് വിശന്നിട്ട് മുറുക്ക കഴിച്ചോണ്ടിരിക്കും. ബിബിൻ ഇവിടെ തുണി മാറി. നമ്മളൊക്കെ തുണി മാറി. അപ്പോ അബിന്റെ പാൻറ് തോണ്ടിരിക്കുന്നു സീറ്റിന്റെ മേലെ. ഇനി നമ്മളിനി ഇവിടെ ഇറങ്ങണ്. ഫോണിന്റെ ചാർജ് ചെയ്ത് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. തിരിഞ്ഞില്ലല്ലേ?